3.5 മണിക്കൂർ അൺസൈക്കബിൾ അപരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞു പോകും. ശത്രുക്കളെ പോലും ഈ സിനിമ കാണാൻ വിളിച്ചുകൊണ്ട് പോരുന്നത്. നിങ്ങൾക്ക് അത്രയും ശത്രുത ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു കത്തി എടുത്ത് കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് തള്ളിയിട്ട് കൊല്ലും. ഇങ്ങനെയൊക്കെ ചെയ്താലും അവരപ്പം തന്നെ അധികം വേദന അനുഭവിക്കാതെ ചാവും. ഇത് 3.5 മണിക്കൂർ ചിത്രവധം അനുഭവിച്ച് മരിക്കണം. ഞാൻ മറ്റേ മോഹൻലാലിന്റെ ഋഷഭ് വരെ ക്രിസ്മസിന് തിയേറ്ററിൽ ഇരുന്ന് കണ്ടാണ്. അത് നമുക്ക് ഇത് സഹിക്കാൻ പറ്റാതെ ശരീരമൊക്കെ ഒന്ന് റിയാക്ട് ചെയ്ത് തുടങ്ങുമ്പോഴേക്കും സിനിമ തീരും. അതുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ഇത് ഫസ്റ്റ് ഹാഫ് ആയപ്പോൾ തന്നെ ഒരു സിനിമ ഇരുന്ന് മുഴുവൻ കണ്ടൊരു ചിത്രവധം അനുഭവിച്ചൊരു ഫീലിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ വീണ്ടും 1.5 മണിക്കൂർ ഇരിക്കണമല്ലോ എന്ന് ആലോചിച്ച് എന്താ പറയേണ്ടത്. കഴിഞ്ഞ ഒരു 1, 2, 3 വർഷത്തിൽ അല്ല എന്റെ ഓർമ്മയിൽ ഈ അടുത്തിടയ്ക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടിയ ഒരു സിനിമ ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടില്ല. ഈ ഗാലറി കയറിയിരുന്ന സ്റ്റേജിൽ കയറിയിരുന്ന സെയ്ഡ് പാറു എന്ന് പറയുന്ന പോലല്ല നല്ലൊരു സിനിമ എടുക്കുന്നതെന്ന് ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായി കാണും. കുറച്ച് ഫെമിനിസവും പറഞ്ഞ് പുരോഗമനവാദിയാന്നും പറഞ്ഞ് നന്നായിട്ട് സിനിമ എടുക്കുന്ന ആൾക്കാരെയൊക്കെ തെറിയും വിളിച്ച് അവരുടെ മെക്കിട്ടും കയറി നടന്നു കഴിഞ്ഞാൽ നല്ല ഫിലിം മേക്കർ ആകാൻ പറ്റില്ലെന്ന് മനസ്സിലായി കാണും. സിനിമ എന്നൊക്കെ പറയുന്നത് അതൊരു ടാലന്റ്, ഒരു ഇൻബോൺ ടാലന്റ് ആണ്. അങ്ങനെ കിട്ടേണ്ട ഒരു സാധനമാണ്. കാരണം ഇത്രയും മനുഷ്യനെ വെറുപ്പിക്കുന്ന ഒരു സിനിമ എങ്ങനെ പറ്റുന്നുള്ള ഈ സിനിമയുടെ ഞാൻ ബാക്കി ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് ഇതിന്റെ കുറച്ച് പോസിറ്റീവ് ഞാൻ പറയാം. അത് പറഞ്ഞു എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇല്ലല്ലോ പറയാൻ. അതുകൊണ്ട് ഞാൻ പോസിറ്റീവ് ആദ്യം പറയാം. ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഹീറോ യഷ് തന്നെയാണ്. യഷ് നന്നായിട്ട് പുള്ളിയുടെ റോള് നന്നായിട്ട് അഭിനയിക്കും. നല്ലൊരു സ്റ്റാർ മെറ്റീരിയലാണ് അദ്ദേഹം. അതുപോലെ തന്നെ നല്ലൊരു ആക്ടറും കൂടിയാണ്. കാരണം ഇതിനകത്തുള്ള കുറച്ച് സീൻസ് ഒക്കെ പുള്ളി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിനകത്തൊരു അച്ഛൻ യഷും ഉണ്ട്, മകൻ യഷും ഉണ്ട്. അതിന് ഡബിൾ റോൾ ആണെന്ന് നിങ്ങൾ ട്രെയിലറൊക്കെ ഉണ്ടോ മനസ്സിലായി കാണും. അപ്പോൾ ഡബിൾ റോളിൽ അത്യാവശ്യം നന്നായിട്ട് പുള്ളി ആ മകൻ യാഷിന്റെ കുറച്ച് സൈക്കിക് പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അതൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ്, അതായത് ഇതിന്റെ ഗ്രാഫിക്സ്, എഡിറ്റിംഗ്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായി ആ ടെക്നിക്കൽ ടീം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഒരു ഡയറക്ടോറിയൽ ഡിസാസ്റ്റർ ആണ് ഈ സിനിമയെന്ന് ഞാൻ പറയും. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ടീമും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ട് ഒരു സിനിമ എങ്ങനെ ഇത്രയും അപരാധിച്ച രീതിയിൽ ഉണ്ടാക്കി വെക്കാന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടവന് പ്രാന്തായി പോകും. ആ ഒരു അവസ്ഥ. ഈ സാധാരണ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എപ്പോഴും പാൻ സിനിമാസിലാണ് സിനിമ കാണുന്നത്. അവിടെ എപ്പോഴും സിവിലൈസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ഒരു തിയേറ്ററിൽ തെറി ഞാൻ കേൾക്കുന്ന ആദ്യമായിട്ടാണ്. നല്ല പച്ച മലയാളത്തിലുള്ള തെറി, കായും പായും ഒക്കെ ചേർത്തിട്ടുള്ള ശുദ്ധ തെറി. അവരെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ. അവരുടെ ഒരു നോർമൽ തലയുടെ സ്ഥിരതയൊക്കെ നഷ്ടപ്പെട്ട് കാണും. അപ്പോഴായിരിക്കും തെറി വിളിച്ചിട്ടുണ്ടാകുക. കാരണം ഇന്റർവെല്ലിൽ അവർ ഒരു വിധത്തിൽ കടിച്ചു പിടിച്ചിരുന്നു, സഹിച്ചിരുന്നു എന്ന് വേണം പറയാൻ. അത് കഴിഞ്ഞ് അവരുടെ കൺട്രോൾ പോയി നല്ല പച്ച തെറി വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു വലിയ താരതരയുണ്ട്. ഒരു ലോഡ് പെണ്ണുങ്ങളെ കുത്തിക്കേട്ടിട്ടുണ്ട്. എന്തിനാവശ്യത്തിനാണെങ്കിൽ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. കിയാറ അദ്വാനിയുണ്ട്, നയൻതാരയുണ്ട്, ഹുമ ഖുറേഷി ഉണ്ട്, പിന്നെ വേറൊരു ആക്ട്രസ് ഉണ്ട്. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ രുക്മിണി വാസന്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരു ലോഡ് സ്ത്രീ കഥാപാത്രങ്ങൾ ഈ സിനിമ വരുന്നുണ്ട്. അതിൽ ഓരോന്നിനും പറ്റുന്ന രീതിയിലൊക്കെ ഇച്ചിരി ഈ പുട്ടിനിടയ്ക്ക് പീരിടുന്ന പോലെ ഒക്കെ ഫെമിനിസവും കുത്തിക്കേറ്റുന്നുണ്ട്. അതായത് നമ്മൾ സ്ത്രീകൾ എന്തിനാണ് ആണുങ്ങൾക്ക് വേണ്ടി തല്ലുപിടിച്ചിങ്ങനെ മരിക്കുന്നത്, ഒരു സ്ത്രീയുടെ ശത്രു മറ്റൊരു സ്ത്രീ തന്നെയാണ് എന്ന് ആണുങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങൾ അവരുടെ എന്തൊക്കെയോ നമ്മൾ പ്രൊപ്പഗൻഡയായി കുത്തിക്കയറ്റാം. പക്ഷെ ആ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് കണ്ടിരിക്കാൻ പറ്റുന്നതാണെങ്കിൽ സിനിമ വിജയിക്കും. ആൾക്കാർ അതിനെ വലുതായിട്ട് വിമർശിക്കത്തുമില്ല. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ പ്രൊപ്പഗൻഡ സിനിമകളൊക്കെ വൻ വിജയമായിട്ടുള്ള, ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഏറ്റവും വിജയമായിട്ടുള്ള സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനൊന്നും ആരും പറയാറില്ല. ഞാനും അങ്ങനെ അത് സിനിമ നല്ലതാണെങ്കിൽ നമ്മൾ സിനിമ എൻജോയ് ചെയ്യാന്നുള്ള, നമ്മൾ അതിനകത്ത് പ്രൊപ്പഗൻഡയോ രാഷ്ട്രീയോ കാര്യങ്ങളൊന്നും നോക്കില്ല. പക്ഷെ ഇതെന്ന് പറയുന്നത് അൺസൈക്കബിൾ അൾട്രാ വയലറ്റ് ദുരന്തം. ഒരു ഓണമായിട്ട് മനുഷ്യന്റെ നല്ല മൂഡ് ഫുള്ള് കളയുന്ന ഒരു സിനിമ. ശരിയാണ്, ട്രെയിലറും ടീസറും എല്ലാം കണ്ടു. അപ്പൊ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. എന്നാലും എന്തെങ്കിലുമൊക്കെ യഷിന്റെ ഒരു 4.5 വർഷത്തിന് ശേഷം യഷ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അതായത് 2022 ഏപ്രിലിൽ KGF 2 റിലീസായതിനു ശേഷം ഒരു നടന്റെ കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയം, ഒരു വലിയ ഹിറ്റ്, അയാളുടെ ജീവിതത്തിലെ പ്രൈം ടൈം, പീക്ക് ടൈം, ഏറ്റവും വലിയൊരു ഹിറ്റ് കൊടുത്തതിന് ശേഷം അടുത്ത് വരുന്നൊരു 4.5 വർഷം ഒരു നടൻ പാഴാക്കി കളയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ്. യഷ് എന്ന് പറയുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാണ് ഈ സംഭവിച്ചിരിക്കുന്നത്. 4.5 വർഷമാണ് ഒരു കാര്യമില്ല പാഴായി പോയത്, അത് ഇങ്ങനൊരു സിനിമയ്ക്ക് വേണ്ടി. ഈ യഷൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനൊരു കഥയ്ക്കൊക്കെ വരണമെന്നും അയാളുടെ കരിയറും അയാളുടെ സമയമൊക്കെ പാഴാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് ഗീതു മോഹൻദാസ് ചെയ്തിരിക്കുന്നത്? ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള അവകാശം ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അത് പറഞ്ഞിട്ട് നമ്മുടെ വർക്കിൽ അതേപോലത്തെ സാധനം തന്നെ ചെയ്തു വെക്കരുത്, അല്ലെ? സ്ത്രീകളെ മെറ്റീരിയലൈസ് ചെയ്യുന്നു, ഒബ്ജക്ടിഫൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനകത്ത് അത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് കുറച്ച് നൺസിന്റെ, കന്യാസ്ത്രീകളുടെ വേഷത്തിൽ വരുന്ന സ്ത്രീകളായിട്ടൊരു ഫൈറ്റ് ഉണ്ട്. അപ്പൊ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവരാനാന്ന് തോന്നുന്നു.
സ്ത്രീകൾ അടിച്ചാൽ തിരിച്ചടിക്കണം എന്നുള്ള രീതിയിൽ സ്ത്രീകൾ എടുത്തിട്ട് ഇടിക്കുകയും അതൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഉള്ളൊരു ഫൈറ്റ്. അപ്പം ഇപ്പൊ ഒരു സിനിമയിൽ ഒരു വില്ലൻ ഒരു നായകനെ വില്ലൻ അടിക്കുന്നു. അപ്പൊ സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും. സ്ത്രീ ആയതുകൊണ്ട് സെക്ഷുവലൈസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഫൈറ്റ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നയൻതാരയുടെയൊക്കെ ഇൻട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ. അതുപോലെ കിയാറ അദ്വാനിയുടെ ഇൻട്രോ സീൻ, ഒരു ഇമോഷണൽ ഡയലോഗ് പറയുന്ന സീനൊക്കെ ഉണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കണോ കരയണോ എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻട്രോ ആയിപ്പോയി. ഹുമാ ഖുറേഷി വന്നിട്ട് അവരുടെ രീതിയിലുള്ള അങ്ങനെ ഇതിനകത്ത് വന്നും പോയിട്ടുള്ളതായിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ വെറുപ്പിക്കാത്തൊരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ യശ് മാത്രമാണ്. കാരണം അദ്ദേഹത്തിന് ആ ഒരു ഓറയുണ്ട്, ആ ഒരു സംഭവം ഉണ്ട് പുള്ളിക്ക്. കാരണം നമ്മളൊക്കെ വിചാരിച്ചത് പ്രശാന്ത് നീലിന്റെ കഴിവാണ്, പ്രശാന്ത് നീൽ ഉള്ളതുകൊണ്ടാണ് യാഷിന് ഇത്രയും സൂപ്പറായിട്ട് സ്ക്രീനിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനല്ല, യാഷിന് സ്വന്തമായിട്ട് പുള്ളിക്ക് ഒരു സെൽഫായിട്ടൊരു ഓറയുണ്ട്. കാരണം അത് മനസ്സിലായത് ഇത്രയും മോശം ഒരു ഡയറക്ടോറിയൽ ഫിലിമിൽ വന്നിട്ട് പുള്ളി സെൽഫ് എലിവേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ സ്വന്തം ആ ഒരു പ്രസൻസ്, ഓറ, പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ കൊണ്ട് പുള്ളി സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നുണ്ട്. അൺഡൗട്ടഡ്ലി അദ്ദേഹം ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണ്. പുള്ളിയുടെ സംഭവം ഉണ്ട്. അത് ഇതോടുകൂടി തെളിഞ്ഞു. യശിനെ വെച്ച് ആർക്ക് വേണേൽ പടം എടുക്കാം. കാരണം ഇത്രയും മോശം ഒരു ഡയറക്ടോറിയൽ സിനിമ വന്നിട്ടും പുള്ളി സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് പുള്ളിയുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് നിന്നു. അതുപോലെ യഷിന്റെ ആക്ഷൻ സീൻസ് ആണെങ്കിലും യശ് നല്ല വർക്ക് എടുത്തിട്ടുണ്ട്, നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടി. ഓരോ ഫ്രെയിമിലും അത് കാണാനുണ്ട്, നല്ല രീതിയിൽ പുള്ളി പണിയെടുത്തിട്ടുണ്ട്. എസ്പെഷ്യലി ആ ടിക്കറ്റ് എന്ന് പറയുന്ന രണ്ടാമത്തെ യഷിന്റെ മകനായിട്ടുള്ള, ഇതിനകത്ത് രായ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ മകനായിട്ടുള്ള ക്യാരക്ടർ, നല്ല രീതിയിൽ ഒരു എഫേർട്ട് അതിനകത്ത് കാണാറുണ്ട്, എക്സ്പ്രഷൻ കാണാറുണ്ട്, ഒരു എക്സെൻട്രിക് രീതിയിലൊക്കെ അഭിനയിക്കുന്ന നല്ലൊരു ആക്ടർ കൂടിയാണ് യശ്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതിനകത്ത് എടുത്തു പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാം കൊണ്ടും ഒരു ദുരന്തം. ടെക്നിക്കൽ സൈഡ് ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇതിനകത്തുള്ള അഭിനയിച്ചിട്ടുള്ള മറ്റാൾക്കാരാണെങ്കിലും മത്സരിച്ച് വെറുപ്പിക്കുകയായിരുന്നു. നയൻതാര, ഹുമാ ഖുറേഷി, അതുപോലെ കിയാറ അദ്വാനി, ഇവരെല്ലാം മത്സരിച്ച് വെറുപ്പിച്ചു. പിന്നെ വേറൊരു ലേഡിയും കൂടെ ഉണ്ട്, അവരുടെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഈ കഥ എഴുതിയത് യഷും ഗീതു മോഹൻദാസും ചേർന്നിട്ടാണെന്നൊക്കെ പറയുന്നു. എന്താണോ എന്തോ ആർക്കറിയാം. ഇതിനകത്ത് എന്തായാലും കുറെ അഴിച്ചുപണി നടത്തിയിട്ടുണ്ട്. ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കി അതിനാണ് ഒരു യഷ് റിലീസ് തള്ളി നീക്കി വെച്ചും കുറെ റിപ്പയർ ചെയ്തും ഒക്കെ ശ്രമിച്ചു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞില്ലേ, ഒരു മോശപ്പെട്ട സാധനം എത്ര റിപ്പയർ ചെയ്താലും അതൊരിക്കലും നന്നാക്കി എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന പോലെ ഇതിനകത്തൊന്നും റിപ്പയർ ചെയ്തിട്ടൊരു കാര്യമില്ല. മൊത്തത്തിൽ നശിച്ചൊരു സംഭവം. കണ്ടിറങ്ങിയവരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു ഇത്രയും മോശം സിനിമ ഈ അടുത്തെങ്ങും ഇറങ്ങിയിട്ടില്ല. ഈ യഷിന്റെ കാര്യം ആലോചിക്കുമ്പോൾ ഞാൻ നേരത്തോളം നല്ല വിഷമമുണ്ട്. ഒരു നടന്റെ കരിയറിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4.5 വർഷങ്ങൾ. എനിക്ക് പറയാനുള്ളത്, അറിഞ്ഞോ അറിയാതെയോ, നല്ലൊരു ദിവസമാണോ ഓണമൊക്കെയാണ്, അറിഞ്ഞോ അറിയാതെയോ ഇതിനകത്ത് പോയി തല വെക്കരുത്. നിങ്ങൾക്കറിയാലോ, ഞാനങ്ങനെ ഒരു സിനിമയും കാണരുതെന്ന് പറയുന്ന ഒരാളല്ല. പക്ഷെ ഇത് ആർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഒരു സിനിമയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകം എന്തെങ്കിലും ഒരു മാനസിക അവസ്ഥയിലുള്ള ആളായിരിക്കണം, അല്ലാതെ കണ്ടിരിക്കാൻ പോലും പറ്റില്ല. അങ്ങനത്തെ ഒരു സിനിമയാണത്. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് കൊണ്ട് നിർത്തി അവസാനം ഇച്ചിരി ഒന്ന് മെനയായി. കാരണം ഈ രണ്ട് യാഷും തമ്മിലുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഉണ്ട്. ആ ഫൈറ്റ് ഒക്കെ വരുമ്പോൾ കുറച്ച് നല്ല അടിപൊളി ഫൈറ്റാണ്. ആ ഫൈറ്റ് ഞാൻ പറയാം, ടെക്നിക്കൽ ടൈമിൽ കുറച്ച് ഫൈറ്റ് ഒന്നും രണ്ടും ഫൈറ്റ് ഒക്കെ നല്ല രസമുണ്ട്. അപ്പോൾ ആ ഒരു ഫൈറ്റ് വന്നപ്പോഴത്തേക്കും ഇത്രയും നേരം വിഷമിച്ചിരുന്നതിൽ ഇച്ചിരിയെങ്കിലും കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിച്ചിരിക്കാൻ നേരത്ത് അവിടെ വീണ്ടും കൊണ്ടുവന്ന് ചേച്ചി ഒരു ട്വിസ്റ്റ് കൊണ്ട് തള്ളി കയറ്റും. മാരക വെറുപ്പിക്കല്. അറിഞ്ഞോ അറിയാതെ അതുകൊണ്ട് ആ ഒരു വഴിക്ക് പോകരുത് ആരും. മറ്റേ നെടുമുടി വേണു ഗോസ്റ്റ് ഹൗസിൽ പറയുന്നത് നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് പറയുന്നത്. അൺസൈക്കബിൾ. യഷിന് സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു ലോഡ് നായികമാർ, വരുന്നതും പോകുന്ന എല്ലാ പെണ്ണുങ്ങളുമായിട്ടും പരിപാടി. എന്നിട്ട് ഗീതു മോഹൻദാസ് പടത്തിന്റെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് ഡെഡിക്കേറ്റഡ് ടു മൈ അച്ഛൻ. അപ്പൊ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ ഒരു കൊടുവാളിനാണ് തലവെച്ചത്. സോ ഓക്കെ, അപ്പാർട്ട് ഫ്രം ദാറ്റ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം.